സിയോൺ ക്ലാസിക്സ് ടിവി ന്യൂസ് ടൈം. നമസ്കാരം, സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം. വൈദിക സമർപ്പിത ജീവിതങ്ങളിലേക്കുള്ള ദൈവവിളികൾക്കായി ഫെബ്രുവരി മാസത്തെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം. വത്തിക്കാൻ സിറ്റി. വൈദിക സമർപ്പിത ജീവിതാന്തസ്സുകളിലേക്കുള്ള ദൈവവിളികൾക്കായി പ്രാർത്ഥനയ്ക്ക് ആഹ്വാനവുമായി ഫെബ്രുവരി മാസത്തെ ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം. ദൈവവിളി ശ്രവിക്കുന്ന യുവതയുടെ അഭിവാദ്യങ്ങളും സന്ദേഹങ്ങളും ഉൾക്കൊള്ളാൻ സഭാ സമൂഹത്തിന് കഴിയുന്നതിനായി പ്രാർത്ഥിക്കണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. ഒരു പുരോഹിതനാകുന്നതിനെ കുറിച്ചുള്ള യാതൊരു ചിന്തയും മനസ്സിൽ പേറാതെ സ്വന്തമായി ചില പദ്ധതികളുമായി പഠിക്കുകയും ഒപ്പം ജോലി ചെയ്യുകയും ചെയ്തിരുന്ന താൻ 17 വയസ്സുള്ളപ്പോൾ ഒരു പള്ളിയിൽ പോയപ്പോൾ അവിടെ ദൈവം തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നുവെന്നും പാപ്പ അനുസ്മരിച്ചു. ഇന്നും ദൈവം യുവജനത്തെ വിളിക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ദൈവം അത് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ആ വിളി ശ്രവിക്കാറില്ല. അതിനു കാരണം നാം സ്വന്തം കാര്യങ്ങളിൽ, സ്വന്തം പദ്ധതികളിൽ മുഴുകി നമ്മൾ തിരക്കിലായി പോകുന്നതാണ് കാരണം. എന്നാൽ പരിശുദ്ധാത്മാവ് സ്വപ്നങ്ങളിലൂടെയും യുവജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവർക്ക് അനുഭവപ്പെടുന്ന അസ്വസ്ഥതകളിലൂടെയും നമ്മോട് സംസാരിക്കുന്നു. അവരുടെ യാത്രയിൽ നമ്മൾ അവരെ തുണച്ചാൽ ദൈവം അവരിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് സഭയ്ക്കും ലോകത്തിനും ഏറ്റവും ഉപകാരപ്രദമാം വിധം അവിടുത്തെ വിളി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. യുവജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കണം. സർവോപരി എല്ലാവരെയും വിളിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. ജീവിതത്തിൽ അത് പൗരോഹിത്യ ജീവിതത്തിലാകട്ടെ സമർപ്പിത ജീവിതത്തിലാകട്ടെ യേശുവിന്റെ ദൗത്യത്തിൽ ജീവിക്കാനുള്ള വിളി ശ്രവിക്കുന്ന യുവജനത്തിന്റെയും ആശകളും സംശയങ്ങളും സഭാസമൂഹം ഉൾക്കൊള്ളുന്നതിനായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാപ്പയുടെ സന്ദേശം അവസാനിക്കുന്നത്. കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.